ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ബോൾസ് ഫ്രൈ ആണ്. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് 4ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. 3 ഉരുളക്കിഴങ്ങാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വന്നിട്ട് നമുക്കിത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങിനെ നമ്മളിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്കിത് ഒരു ചപ്പാത്തി പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് പുരട്ടി അല്പം നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് മാവ് ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. അങ്ങനെയെല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുക്കാൻ ആവശ്യമായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉരുട്ടി വെച്ചേക്കുന്ന ബോൾസ് ഇട്ട് നന്നായി വറുത്തെടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. എല്ലാവർക്കും പൊട്ടറ്റോ ബോൾസ് ഫ്രൈ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.